ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷൻ. അപ്പം നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ് ലോഗരിതമിക് ഫംഗ്ഷൻ, ലോഗരിതം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഉള്ളവരാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഫംഗ്ഷൻസിൻ്റെ മറ്റൊരു രൂപം എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവും. ശരി, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ്. Exponential functions have the form of f function, അതായത് x is a function of b raised to x. എക്സിൻ്റെ ഫംഗ്ഷൻ ബി എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എക്സ് ആണ് ഇവിടെ വേരിയബിൾ. റേസ് ടു ഉണ്ടാവും. റേസ് ടുവിലെ വേരിയബിൾ ആണ് എക്സ്. എക്സ് ആയിരിക്കും മാറുക. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബി ഈസ് ദ ബേസ് ആൻഡ് എക്സ് ഈസ് ദ എക്സ്പോണൻഷ്യൽ ഓർ പവർ ആയിരിക്കും വേരിയബിളായിട്ട് ഇവിടെ കണക്കാക്കുക. ഇഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ 1, ബി ഒന്നിൽ കൂടുതലാണെങ്കിൽ ദ ഫംഗ്ഷൻ കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ഇൻ ദ വാല്യൂ ആസ് എക്സ് ഇൻക്രീസസ്. അതായത് ബിയുടെ വാല്യൂ ഒരു നിശ്ചിത സംഖ്യയാണ്. അതായത് ഒന്നിൽ കൂടുതലുള്ള ഒരു വാല്യൂ ആണെങ്കിൽ ആ വാല്യൂവിൻ്റെ ഇപ്പം 2 ആണെന്ന് സങ്കല്പിക്കുക. 2 ആണെങ്കിൽ റേസ് ടു എത്രയാണോ ഇൻക്രീസ് ചെയ്യുന്നത് അതിൻ്റെ അനുസരിച്ച് അത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണും. Special properties of exponential function is that the slope of the function also continuously increases as x increases. ഇവിടെ x increase ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യും. അതൊരു കർവാക്കി വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ പവറാണ് വേരിയബിളായിട്ട് വരിക. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2 raised to x ഒരു ഫംഗ്ഷനാണ്. In this case, we have an exponential function with base 2. Base 2 ആണ്. Some typical value for this function would be, നമ്മൾ എക്സിന് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കും. അതായത് 2 ആണ് എന്ത് ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. എക്സിന് സർട്ടൻ വാല്യൂ ഇട്ട് കൊടുക്കുക. സപ്പോസ് എക്സ് -2 ആണെങ്കിൽ എഫ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ 1/4 ആണ്. -1 ആണെങ്കിൽ 1/2 ആണ്. 0 ആണെങ്കിൽ 1 ആയിരിക്കും. 1 ആണെങ്കിൽ 2 ആയിരിക്കും. 2 വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 2 × 4 ആയിരിക്കും. 3 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തായി മാറും? 8 ആയി മാറും അല്ലേ? ഇതാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വിളിച്ചിരിക്കുന്നത്. മറ്റൊരെണ്ണമാണ് ലോഗരിതമിക് ഫംഗ്ഷൻ. എന്താ ഈ ലോഗരിതമിക് ഫംഗ്ഷൻ? ലോഗരിതം ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിഫൈഡ് മെത്തേഡ് ആയിട്ടാണ്. ലോഗരിതം ഇസ് എ simply an exponent that is written in a special way. ഒരു പ്രത്യേക വേയിലൂടെ എഴുതുന്നു എന്നുള്ളതേ ഉള്ളൂ. ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എക്സ്പോണൻഷ്യലൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ലോഗരിതം. ലോഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫംഗ്ഷനാണ്. ഫോർ എക്സാമ്പിൾ, വി നോ ദാറ്റ് ദ ഫോളോയിങ് എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ ഈസ് ട്രൂ. അതായത് 3² = 9 എന്നുള്ളത് ട്രൂ ആണ്. അതായത് 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 9 ആണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇൻ ദിസ് കേസ് ദ ബേസ് ഈസ് 3, ബേസ് 3യും ആൻഡ് ദ എക്സ്പോണൻസ് ഈസ് 2. വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ഇൻ ദ ലോഗരിതമിക് ഫോം. ഒരു ലോഗരിതമിക് ഫോമിലേക്ക് ഇതിനെ വേണമെങ്കിൽ മാറ്റി എഴുതാം. വിത്ത് ഐഡൻറ്റിക്കൽ മീനിങ് ആസ് ഫോളോസ്. മറ്റൊരു മീനിങ് വരുന്നു. ബേസ് 3 ആണ്, എക്സ്പോണൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആണ്. ഇങ്ങനെ എഴുതാം. ലോഗ് 3 9 = 2. അതായത് പവർ എപ്പോഴും എന്ന് വെച്ചാൽ എക്സ് എന്ന് പറഞ്ഞേക്കുന്ന വേരിയബിൾ എപ്പോഴും =2 പിന്നെ എത്രയാ 9 എന്ന് പറഞ്ഞേക്കുന്നത് ആയിരിക്കും എന്ത് ചെയ്തേക്കുന്നതിൻ്റെ ഉത്തരമായി വരുന്നത് 3 × എത്രയോ ആണ് എന്നുള്ള ഒരു സംഖ്യയിലാണ്. ഇങ്ങനെയാണ് ലോഗരിതമിക് ഫംഗ്ഷൻ. ലോഗ് 3 9 = 2. അപ്പം 3 × 2 ആണ്. അതായത് 3 raised to 2 ആണ് 9 എന്നുള്ളത് മനസ്സിലാക്കുക. raised to എപ്പോഴും =ന് അപ്പുറത്തായിരിക്കും എഴുതുന്നത്. വി സേ ദാറ്റ് ആസ് ദ ലോഗരിതം ഓഫ് 9 to the base 3 is 2. 9 to the base 3 is 2 അങ്ങനെയാണ് പറയാറുള്ളത്. What we have effectively done is to move the exponents down to the main line. എക്സ്പോണൻറ്റിനെ എന്ത് ചെയ്യുക? മൂവ് ടു ദ ഡൗൺ, താഴേക്ക് മാറ്റി എഴുതുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ള കാര്യം. The logarithmic function is defined as function, അതായത്
ലോഗ് ബി എക്സ്. ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതിന് എക്സ് ആണ് വേരിയബിൾ ആയിട്ട് അവിടെ വരിക. ദ ബേസ് ഓഫ് ദ ലോഗരിതം ഈസ് ബി. എക്സാമ്പിൾ നേരത്തെ തന്നെ പറഞ്ഞു 8 = 2 raised to 3. 8 = 2 raised to 3 എന്നാണെങ്കിൽ log 2 8 = 3 എന്നാണ് നമ്മൾ എഴുതുക. log 2 8 = 3 എന്നാണ് നമ്മൾ എഴുതുക. ഇങ്ങനെയാണ് ലോഗരിതമിക് ഫംഗ്ഷൻ നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ ഇത്രയാണ് ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലോഗരിതമിക് ഫംഗ്ഷനും അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും. അടുത്ത വീഡിയോയിൽ